ഗുഡ് മോർണിംഗ് ഗൈസ്. തീരെ വയ്യ, നല്ല ജലദോഷം പിടിച്ച് നിൽക്കാണ്. ശ്രീയാണെങ്കിൽ ഇവിടെ ഇല്ല, അവനൊരു ട്രെയിനിങ്ങിന് പോകാനുണ്ടായിരുന്നു കോട്ടയത്ത്. ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ശ്രീ ഞാൻ വിട്ടുനിൽക്കുന്നത്. എന്നുവെച്ചാൽ വർക്കിംഗ് ഡേ ആണ്, സൺഡേ ഞങ്ങൾക്ക് ഓപ്പൺ ആണ്. ഇപ്പോൾ പോകാനും ഉണ്ട്. ഇങ്ങനെ വയ്യാതെ എണീറ്റതാട്ടോ. അത് ഫ്രഷായി നോക്കട്ടെ, പറ്റിയെങ്കിൽ ഓഫീസിൽ പോകണം. ഞാൻ ശ്രീയും തമ്മിൽ എല്ലാ കാര്യവും സെറ്റാണ്. പക്ഷെ രണ്ട് കാര്യം സെറ്റല്ല. ഒന്ന് ഫുഡ് കഴിക്കുന്ന കാര്യവും രാവിലെ എണീക്കുന്ന കാര്യവും. ശ്രീക്ക് രാവിലെ എണീക്കണം, എനിക്കച്ചാൽ ലേറ്റായിട്ട് എണീറ്റാൽ മതി. അതേപോലെ എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണം, ശ്രീക്കച്ചാൽ കുറച്ച്. അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയിരിക്കുന്നു ഗൈസ്. അമ്മ പുട്ടുപൊടി എടുത്ത് റവയാന്ന് പറഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അതൊന്നുകൂടെ ആവിക്ക് വെച്ച് ഒന്ന് പുട്ട് പുഴുകും പോലെ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. എന്തായാലും 8 മണിയായി ഓഫീസിൽ പോവാന്ന് വിചാരിക്കുന്നു. പോയി ഇരുന്നിട്ട് വരാം, വെറുതെ ലീവാക്കണ്ടല്ലോ. ശ്രീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ റെഡി ആകുമ്പോഴത്തേക്കും, ഞാൻ കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ റെഡിയാക്കി വെക്കും കേട്ടോ. അയൺ ചെയ്ത് എനിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ ജസ്റ്റ് 8:25 ഞാൻ 8:35 ആകുമ്പോൾ ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാനുള്ള സമയമുള്ളൂ. പോയി കഴിച്ചു തരാം. അങ്ങനെ പുട്ടും പഴവും കഴിച്ച് മരുന്നുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ തന്നെ സമയം 8:40 എനിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കറക്റ്റ് പോകാനേ ഉള്ളൂ. ഞാൻ വണ്ടി എടുത്ത് പോകണമെങ്കിൽ 15 മിനിറ്റ് ആവും. ശ്രീ ആകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ടുവിടാറുണ്ട് കേട്ടോ. ഞാൻ അധികവും വണ്ടി എടുക്കാറില്ല, എപ്പോഴും എന്നെ ശ്രീ തന്നെയാണ് കൊണ്ടുവിടാറ്. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ വണ്ടി എടുക്കാറ്. അങ്ങനെ ഷോറൂമിലെത്തി വേഗം പോയി പഞ്ച് ചെയ്തു. അപ്പോൾ അതേ കറക്റ്റ് 9 ആവാൻ പോകുന്നു. പിന്നെ ഷോറൂമിൽ കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. കസ്റ്റമേഴ്സൊക്കെ കുറവായിരുന്നു, എന്നാലും കുറച്ച് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നു. പിന്നെ ചേച്ചി പായസം തന്നു, അത് കുടിച്ചു. പിന്നെ ഒരു ഉണ്ണിയപ്പം തന്നു, അത് കഴിച്ചു. ചേച്ചി എന്നും എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും കേട്ടോ. പിന്നെ ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി. സാർ കള്ള് ഷാപ്പിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നല്ല കപ്പയും മീൻ കറിയൊക്കെ ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. സ്റ്റാഫ് ഇന്ന് കുറവായിരുന്നു, എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സെയിൽസിലുള്ളവരും പിന്നെ മാനേജറും അതുപോലെ മാഡവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഇലയൊക്കെ വെട്ടി വെച്ച് അതിലേക്ക് എല്ലാം കൂടെ വിളമ്പി, കപ്പയും അതേപോലെ മീനിൻ്റെ തലക്കറി, ബീഫ് കറി, അതേപോലെ എന്തായിരുന്നു കൂന്തൾ, കക്ക ഫ്രൈ, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മുടെ പഴയ ഷോറൂമിലേക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇന്നെനിക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. കാരണം എൻ്റെ ഷോറൂം എനിക്ക് എപ്പോഴും അത് മിസ് ചെയ്യും അവരെയൊക്കെ. ഇന്നെല്ലാവരും എനിക്ക് ഓർമ്മ വന്നു. ഫുഡിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. കള്ളി ഷാപ്പിലെ ഫുഡ് പറയണ്ടല്ലോ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ എല്ലാവരും. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. അമ്മ കുറേ ദിവസമായി പറയുന്നു വീഡിയോസ് ഒന്നും നമ്മൾ ഇടുന്നില്ല. അമ്മയ്ക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര സപ്പോർട്ടാണ് അമ്മ തരുന്നത്. അതേപോലെ വീട്ടിലെത്തി അമ്മയുടെ ഒരു കുക്കിംഗ് വീഡിയോയും കൂടി എടുത്തു. അവിൽ വിളയിച്ചതും ചായയും കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പുമായിട്ട് വൈശാഖ് വന്നു. നല്ല അടിപൊളി മട്ടൺ സൂപ്പ്, അത് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് അവിടെ കിടന്നു. ശ്രീനെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. പിന്നെ രാത്രി പിന്നെയും ഫുഡ്, നല്ല ഹെവി ഫുഡ്. അമ്മ നല്ല ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കപ്പ വേവിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു കഴിച്ച് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പായി. ശ്രീ വന്നിട്ടില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും കിടക്കാൻ നോക്കുകയാണ്. ശ്രീ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും കോട്ടയത്ത് നിന്ന് എത്താൻ വേണ്ടി ഒരു 2-2.5 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ഉറങ്ങാമെന്ന്. കാരണം നല്ല ചുമയുണ്ട്. അപ്പം മരുന്നൊക്കെ കഴിച്ചങ്ങ് കിടക്കാമെന്ന് കരുതി. അപ്പം ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ കാണാം. ബൈ.